ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൂകാംബികയിലേക്ക് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ മുരുടേശ്വരം നമ്മൾ ട്രാവൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാം. മൂകാംബികയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ്ലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. നമ്മളെല്ലാ കാര്യം ഡീറ്റെയിലായിട്ട് പറയും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളെ ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് 11:25 പുറപ്പെടുന്ന ഹസ്രത്ത് നിസാമുദ്ദീൻ ഡൊറോണ്ടോ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. മാംഗ്ലൂർ ജംഗ്ഷനിലേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. 3rd AC ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഏർലി മോർണിംഗ് 6 AM ആകുമ്പോഴത്തേക്കും ഇത് മാംഗ്ലൂർ ജംഗ്ഷനിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ട്രെയിനിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ട്രെയിനകത്തേക്ക് കയറുവാട്ടെ. നമ്മുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മൾ വന്ന ട്രെയിൻ അതാ മാംഗ്ലൂരിൽ നിന്ന് എടുത്ത് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഒരു 6 മണിയപ്പോഴേക്കും നമ്മുടെ മാംഗ്ലൂർ എത്തി. ഇനി ഇവിടെ നെക്സ്റ്റ് ട്രെയിൻ 8:15 കേട്ടോ. 8:15 ഡയറക്റ്റ് മൂകാംബിക ട്രെയിനാണ്. ആ ട്രെയിൻ കയറി നമ്മൾ മൂകാംബികയിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തിലേക്കുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇവിടുന്ന് 8:15 നെക്സ്റ്റ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ മാക്സിമം പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ മാംഗ്ലൂർ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് വെയിറ്റിംഗ് റൂമിൽ പോയി ഫ്രഷപ്പായി. ചെറിയൊരു വെയിറ്റിംഗ് റൂം, AC ഹോളൊന്നും അവൈലബിൾ അല്ല, പക്ഷെ പെയ്ഡ് അല്ലാത്ത അത്യാവശ്യം വൃത്തിയുള്ളൊരു വെയിറ്റിംഗ് റൂം ആയിരുന്നു. ലേഡീസിന് മാത്രമേ അൺപെയ്ഡ് ഉള്ളൂ കേട്ടോ, ജെൻസിന് പെയ്ഡ് ആയിരുന്നു. നമ്മൾ ഫ്രഷപ്പായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിക്കാൻ പോകും. സോ ദിസ് ഈസ് ദ വ്യൂ ഓഫ് അവർ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ. ഉണ്ടോ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കിടക്കാണ് ഈ സ്റ്റേഷൻ റിനോവേറ്റ് ചെയ്യുന്നത് കേട്ടോ. നല്ല അടിപൊളി പാർക്കിംഗ് ഉണ്ട്. ഉണ്ടോ, കാറിൻ്റെയും ബൈക്കിൻ്റെയും ഒക്കെ. പിന്നെ ഇത് കുറച്ച് പുതിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാംഗ്ലൂർ ജംഗ്ഷൻ ആയിട്ട് ഇത്. ഇനി മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വേറെ ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് ട്രെയിൻ ടൈം ആയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മൾ ഇവിടുന്ന് ലിഫ്റ്റ് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവാം. അച്ഛനെ ഹായ്. വർക്ക് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്കാരൻ ലീവിലല്ല, വർക്കിംഗ് ആണ്. അപ്പം നമ്മളിത് മാംഗ്ലൂരിൽ നിന്ന് ട്രെയിനിൽ കയറി മുരുടേശ്വരേക്ക് ഡയറക്റ്റ് പോകുന്ന ട്രെയിനാണ്. നമ്മൾ മൂകാംബികയിൽ ഇറങ്ങും. പെർ ഹെഡ് 150 ആണ് സ്ലീപ്പറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളും റൂം റേറ്റൊക്കെ മൂകാംബിക എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് വീക്കെൻഡ്സിലല്ല, അതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ്. നമ്മൾ ട്യൂസ്ഡേ ആണ് സ്റ്റാർട്ട് ചെയ്ത ജേർണി. അപ്പോൾ ഇന്നിപ്പോൾ ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ടേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒട്ടും തിരക്കിലാണ്. അപ്പോൾ ഇട ദിവസങ്ങൾ ട്രാവൽ ചെയ്താലും ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തിരക്കുണ്ടാകും ട്രെയിനകത്ത്. അപ്പോൾ എല്ലാവരും അങ്ങനെ നോക്കിയിട്ടൊന്നും കൂടി ബുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിതാ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത് കേട്ടോ. ശരിക്കും നല്ല ഡിലേ ആയി ട്രെയിൻ. ഒരുപാട് സമയം എടുത്തു. നമ്മൾ 8:15 കയറിയ 12:15 എത്തേണ്ട ട്രെയിൻ സമയം നോക്കിയാൽ 1 മണിയായി. ഒരുപാട് സ്ഥലത്ത് പിടിച്ചിട്ട് ഈ ട്രെയിൻ. ബൈന്ദൂർ മൂകാംബിക ആണ് ഈ സ്റ്റേഷൻ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ മൂകാംബിക റെയിൽവേ സ്റ്റേഷൻ തന്നെ ഒരു ക്യാബ് എടുത്തിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. ഏകദേശം 40 മിനിറ്റാണ് അമ്പലത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാബിന് 900 രൂപയും അതുപോലെ തന്നെ ഓട്ടോയ്ക്കാണെങ്കിൽ 600 രൂപയാണ് നമ്മൾ റേറ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് നമ്മുടെ ഈ ഒരു മൂകാംബിക ആർച്ചിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിലേക്ക് തന്നെ എത്തി. ഹലോ ഗൈസ്, അപ്പം നമ്മളങ്ങനെ മൂകാംബികയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നുകൊണ്ട് ആദ്യം ഫുഡ് കഴിക്കാനായിട്ട് പോയത് സാന്നിധ്യം വെജ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഭയങ്കരമായിട്ട് വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പം നമ്മൾ സാന്നിധ്യം പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. 125 റുപ്പീസ് ആയിരുന്നു ഒരു മീൽസിന്. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള മന്ദാര എന്ന് പറഞ്ഞിട്ടുള്ള ഗസ്റ്റ് ഹൗസിൽ വന്ന് റൂം എടുത്തു. 1250 ആണ് പെർ റൂമിന് വരുന്ന ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ മൂകാംബികയിൽ വന്ന് റൂമൊക്കെ എടുത്ത് ഫ്രഷായി കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ
സൗപർണിക നദി കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ നിന്ന് 12 മിനിറ്റ് ദൂരമാണ് ഇങ്ങോട്ടേക്ക് നടക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സൗപർണിക നദിയുടെ തീരത്തെത്തി നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ഇനി കാണാം. നമ്മൾ സൗപർണിയിലേക്ക് വരുമ്പോഴത്തേക്ക് 2 സ്നാനം പോയിന്റ് ഉണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് പോയിന്റിലാണ് ആദ്യം പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും അധികം വൃത്തിയൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ആൾക്കാരും അധികം നമ്മൾ കണ്ടില്ല. അവിടെ കുറച്ച് കെട്ടുവെള്ളം പോലെയൊക്കെ ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ അധികം നിന്നില്ല. ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ സെക്കൻഡ് പോയിന്റിലോട്ട് പോയി. നമ്മൾ വഴിയിൽ 1-2 പേരും കൂടി വരുന്നുണ്ട്. അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പർ സൈഡിൽ അമ്പലത്തിനടുത്ത് തന്നെ കുളിക്കുന്ന സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ അവിടെ പോയി നോക്കണം എങ്ങനെയുണ്ടെന്ന്. കുറച്ചുകൂടെ ബ്യൂട്ടി ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ രസമുണ്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ സൗപർണിക നദിയിലേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മൾ ആദ്യം വന്ന സ്പോട്ടിൽ നിന്നും കുറച്ചും കൂടെ നടന്ന് ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. ഇവിടെ കുറച്ചുകൂടി ഭംഗിയുള്ളൊരു സ്ഥലമാണല്ലേ. കുറച്ച് കൂടുതൽ ആൾക്കാരും ഒക്കെ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും ആസ്വദിക്കാം. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ സൗപർണിക നദിയുടെ തീരത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി എൻജോയ് ചെയ്യാൻ പോവാണ്. ഈ ഒരു നദി നോക്കിയാണ്ടോ, നമ്മൾ 2 പോയിന്റ് കണ്ടായിരുന്നു. നമ്മൾ ഈ സെക്കൻഡ് പോയിന്റാണ് കുറച്ചുകൂടി ബ്യൂട്ടി കേട്ടോ. നല്ല പാറയും ബാക്ക്ഗ്രൗണ്ടിലും മരമൊക്കെ ആയിട്ട് നല്ല കിടിലൻ കേട്ടോ. ആൾക്കാർ കുറഞ്ഞിട്ട് കുളിച്ചിട്ടൊക്കെ പോകാൻ സമയമായി. എന്താ നമ്മൾ വരുന്ന സമയത്ത് ഒരു ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വലിയ ആൾക്കാരൊന്നും ഇല്ല. കുറേ പേരൊക്കെ അങ്ങ് പോയി കേട്ടോ. കുറേ കുരങ്ങന്മാരുണ്ടോ നോക്കി വന്നിട്ടുണ്ട് കേട്ടത്. നമ്മുടെ ബാഗ് എടുക്കാന്നൊരു സംശയം കേട്ടോ. പരൺ പോയി അവിടെ നോക്കി നിൽക്കത്. കുരങ്ങൻ കുരങ്ങൻ ചിങ്കാരി. ഗൈസ്, അപ്പം നമ്മളങ്ങനെ ആദ്യമായിട്ട് ഞാനും ചേട്ടനും കുഞ്ഞും ആദ്യമായിട്ടാണ് മൂകാംബികയിലെ ഈ സൗപർണിക നദിയിലൊക്കെ വരുന്നത്. ആദ്യം നമ്മൾ വന്നത് മൂകാംബികയിൽ ഈ സൗപർണിക നദി കാണാനായിട്ടാണ്. ഇവിടെ ഞങ്ങൾ മാക്സിമം അടിച്ച് പൊളിച്ചായിട്ട് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതൊരു ഗണപതി ടെമ്പിളാട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളൊന്ന് കുളിച്ചത്. നമ്മുടെ സൗപർണിക നദിയിലേക്ക് പോകുന്ന വഴി കാണുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ബസ് പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് KSRTCയുടെ. പിന്നെ ഇവിടെ ചെറിയ റെസ്റ്റോറൻറ്റും ഹോട്ടലും ഒക്കെ ഉണ്ട്. ഇത് വരുന്ന വഴി കണ്ടോ, ഒരു മയിലിരിക്കുന്നുണ്ടോ. 2 മയിലുണ്ട് കേട്ടോ നോക്കി. ഇത് ആൺമയിലാണ് ഈ നിൽക്കുന്ന ആൺമയിൽ. എൻ്റെ പീലി കണ്ടില്ലേ ഗൈസ്? അപ്പം നമ്മളങ്ങനെ അമ്പലത്തിലേക്ക് പോകാൻ പോവാണ്. ഇപ്പം തന്നെ 6 മണിയായി. നമ്മൾ സൗപർണികയൊക്കെ കുളിച്ച് അവിടെയൊക്കെ എൻജോയ് ചെയ്ത് വന്നിട്ട് ഒന്നും കൂടെ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. 9 മണി 9:15 വരെയൊക്കെ അമ്പലം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും പോകാം. ഹായ് കാണിച്ച വീഡിയോയിൽ. ഹായ്. അപ്പം നമ്മളങ്ങനെ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ദേവിക്ക് കൊടുക്കാൻ വേണ്ടി പുഷ്പ ഒരു വഴിപാട് നമ്മൾ കഴിപ്പിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ അമ്പലത്തിലേക്ക് പ്രവേശിച്ചു. ആദ്യം തന്നെ ഗണപതി നടയാണ് കാണുന്നത്. ആദ്യം നമ്മൾ ഗണപതി നട തൊഴുതിട്ടാണ് ഉള്ളിലേക്ക് ദേവിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ഓഫ് സീസണാണ് ശരിക്കും മൂകാംബികയിൽ. നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ നമ്മുടെ ക്യാബ് ഡ്രൈവറൊക്കെ പറഞ്ഞായിരുന്നു. ഇവിടെ 100 രൂപ കൊടുത്ത് റെസിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ദർശനം ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും വഴിപാടുണ്ടെങ്കിൽ അതെടുക്കാം. ഇപ്പം നമ്മൾ നെയ്വിളക്ക് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രസാദമൊക്കെ വാങ്ങിച്ചു. നമ്മൾ സെറ്റ് പ്രസാദം എന്ന് പറഞ്ഞിട്ടൊരു പ്രസാദമാണ് മേടിച്ചത്. സെറ്റ് പ്രസാദം 100 രൂപയാണ് ഒരെണ്ണം ചീട്ടാക്കുന്നതിന്. അപ്പോൾ അതിനകത്ത് കുറച്ച് 3-4 ഐറ്റംസ് ഉണ്ട്. ലഡു, പിന്നെ മഞ്ഞച്ചമ്മീനാണെന്ന് തോന്നുന്നു പ്രസാദം. നമ്മളൊന്നും പൊട്ടിച്ചിട്ട് പറയാൻ ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ഒരു ചെറിയ തീർത്ഥമുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. മസാല ദോശയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇന്നത്തെ ഈ ഡിന്നറോട് കൂടി നമ്മുടെ മൂകാംബിക വ്ലോഗ് നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ കുടജാദ്രി ട്രക്കിങ് മൂഡേഴ്സ് വ്ലോഗുമാണ് നാളെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക.